എങ്ങനെയാ ശരിക്കും ഈ ഫീൽഡിലേക്ക് വരുന്നത്? ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു പുതിയൊരു ചാനൽ ലോഞ്ച് ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ പുതിയ ആങ്കേഴ്സിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം എനിക്കതിന് കിട്ടി. അങ്ങനെ കോളേജിൽ ഇഷ്ടമായിരുന്നു അഭിനയിക്കാനൊക്കെ? അഭിനയൊന്നും അപ്പോ അധികം, പിന്നെ ആങ്കർ അത് എനിക്ക് എന്താ ഒരു കോളേജിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ സ്കൂളിലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലുണ്ടായിരുന്നു. സ്കൂളിൽ സ്മാർട്ടായിരുന്നു, കുഴപ്പമില്ല. സ്കൂൾ ലീഡർ അങ്ങനെയൊക്കെ ആയിരുന്നു. കോളേജിൽ വന്നപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി മെമ്പർ ഇതൊക്കെ ആയിരുന്നു, കോളേജ് ഗ്രൂപ്പിലെ മെമ്പർ അങ്ങനെയൊക്കെ ആയിരുന്നു, DC ഒക്കെ ആയിരുന്നു അങ്ങനെ. അപ്പൊ ഈ പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ മോഡലിങ്ങും ആങ്കറിങ് ഒക്കെ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ചാനലിൽ കയറി. പിന്നീട് ഡിഗ്രി കഴിഞ്ഞപ്പോഴും എനിക്കൊരു ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടായിരുന്നു, ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്തു. സോ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ടീച്ചിങ് ആയിരുന്നു കുറച്ച് നാൾ ചെയ്തുകൊണ്ടിരുന്നത്. അഗെയിൻ ഇതിൻ്റെ കൂടെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഇതിലേക്ക് കൂടുതൽ ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ASAP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സൈഡായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് ഇതിലേക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ തുടങ്ങി വന്നു പെട്ടു. പിന്നെ ഒരു 2019 ഒക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു മൂവിക്ക് നല്ലൊരു ടീമിനോട് നല്ലൊരു മൂവിക്ക് ഓഫർ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്തു. ഗാംബ്ലർ എന്നായിരുന്നു മൂവി. സോ അവിടെ മുതൽ ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു. ചേട്ടനോട് പോയോ? അല്ല, ചേട്ടൻ വാപ്പ സൗദിയിലായിരുന്നു. ആക്ച്വലി ഫാമിലി ഉമ്മയൊക്കെ അവിടെ ആയിരുന്നു. ബോൺ ആൻഡ് ബോട്ട് ഇൻ സൗദി? അല്ല, ഇവിടെ നമുക്ക് വെക്കേഷനിലൊക്കെ പോയി ഷട്ടിൽ സർവീസ് ആയിരുന്നു. പപ്പ മാത്രമേ ഉള്ളൂ? അതെ. അങ്ങനെ പോയി അവിടെ വർക്ക് ചെയ്ത് കുറച്ച് നാള് കഴിഞ്ഞപ്പോ പിന്നെ ഈ ഇപ്പൊ ശരിക്കും അറിയണ്ടാവല്ലോ, നമുക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം കിടക്കുമ്പോൾ നമുക്ക് വേറെ എന്ത് ജോബ് എനിക്ക് ഇവൾക്ക് ആക്ടിങ് ഇഷ്ടമല്ലാത്ത പോലെ എനിക്ക് ആക്ടിങ് ഇഷ്ടമായിരുന്നു. അപ്പോ അതൊരു പാഷനേറ്റ് ആയിട്ട് അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ഉള്ളിൽ ആ ക്രേവിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ജോലി ചെയ്താലും തൃപ്തി കിട്ടണം, നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്തൊരു മേഖല. പിന്നെ വാപ്പ ചേട്ടന് ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നെന്ന് മാത്രം. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പിന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ വന്നു. പിന്നെ ഇതേപോലെ ഓഡിഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആങ്കറിങ്ങിൻ്റെ ഒരു ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് അപ്ലൈ ചെയ്തപ്പോൾ അവർ വിളിച്ചപ്പോൾ പിന്നെ അങ്ങനെ അതിനകത്തോട്ട് കയറി. അപ്പം നമ്മൾ കുറേ പേരൊക്കെ ആങ്കറായി വന്നിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അവരെ ഒരു റോൾ മോഡലാക്കി എടുത്ത് നമുക്ക് പറ്റുമെങ്കിൽ ആ ഒരു പ്ലാനോട് കൂടിയിട്ട് കയറിയതാണ്. അങ്ങനെ തുടങ്ങി. ആക്ച്വലി ശരിക്കും പറഞ്ഞ ഇപ്പം ഡയാന ഓക്കെ അതിന്റെ കൂടെ ആ ഫ്ലോയിലേക്ക് പോകുന്നു. പക്ഷെ അതൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഒരു പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോ പോയി കയറാൻ പറ്റുന്ന ഒരു സാധനം അല്ലായിരുന്നു. ആ ഒരു പിരിമുറുക്കം ടു മച്ച് അല്ലേ? ഭയങ്കരമായിട്ടും വീട്ടുകാരോടൊക്കെ ഇല്ല ഞാൻ ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ട്. ജോലി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഫീൽഡ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്റെ വീട്ടിലെല്ലാവർക്കും ഇത് അത്ര ഓക്കെ ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ല. അതാ സിനിമയില് ഉള്ള ജോലി കളഞ്ഞ സിനിമയിൽ പോവാന്ന് പറയുമ്പോ വേറൊന്നും കൊണ്ടല്ല. ഇതിന്റെ ഒരു നമുക്കിതിന്റെ എങ്ങനെയാണ് ഫ്യൂച്ചർ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ് എന്താവുന്നുള്ളത്. അപ്പൊ അവർക്ക് പാരന്റ്സിന് ഒബ്വിയസ്ലി ആ ഒരു പേടി ഉണ്ടായിരിക്കും. ഞാൻ എഞ്ചിനീയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് അവൻ പോയേക്കുന്നു സിനിമയിൽ അഭിനയിക്കാൻ അല്ലേ? ഇതല്ലേ ബാബ പറഞ്ഞാലോ? അതെ. അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാതെ ഞാൻ ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ ദൈവം സഹായിച്ച് എല്ലാം ഓക്കെ ആയിട്ട് പോയിട്ട്. അമീൻ ആ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനാണ് അമീന്റെ സ്ഥാനത്തേക്ക് എനിക്ക് ചിലപ്പോൾ നമ്മളെ കോൺഫിഡൻസ് ലെവൽ അത്രയും ഞാൻ എനിക്ക് വേറൊരു കരിയർ ഓൾറെഡി ആയിരുന്നുവെങ്കിൽ ഞാൻ പക്ഷെ അതിലേക്ക് പോവായിരുന്നു. ഇതിലേക്ക് പിന്നെ ഞാനൊരു ഫ്ലോയിലിങ് വന്നു പെട്ടതാണ്. ഫേറ്റ് ഇങ്ങനെ കിടക്കുവാണ് ഞാൻ, അതുകൊണ്ട് അതങ്ങ് വന്നോളൂ. ശരിക്കും ഡയാനയൊക്കെ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഞാനെപ്പോഴും ഒരു പ്ലാൻ ബി വെക്കുന്ന ഒരാളായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ആക്ടിങ്ങിലേക്ക് കടന്നപ്പോഴും ഞാൻ ഒരിക്കലും എൻ്റെ ആങ്കറിങ് ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ അപ്പോഴും നല്ല ഷോസൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ പോയി ചെയ്യുമായിരുന്നു. എനിക്കറിയാം ഇത് ഓക്കെ ഫോക്കസ്ഡ് ആണ്. പക്ഷേ ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മറ്റൊന്ന് നമ്മുടെ കയ്യിൽ വേണം. അപ്പം ഞാൻ എൻ്റെ എല്ലാ മാസത്തെ എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഞാൻ ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇഫ് ഐ ഡോണ്ട് ഫൈൻഡ് വർക്ക് ഞാൻ അന്വേഷിക്കും വർക്ക് ഉണ്ടോ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കും. നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ ഭാഗ്യം തുണയ്ക്കും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഫോക്കസ് എപ്പോഴും ഉണ്ട്. ഫോക്കസ് ഉണ്ട്. ഒരു പ്ലാൻ ബിയും ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട്. അതെ. Let's cook with love.